ഫസ്റ്റ് പോയിന്റ്, അവർ സഹോദരിമാർ ആയിരുന്നെങ്കിലും അവർ വ്യത്യസ്തരായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാമെന്ന് നോക്കാം. അവർ, ദേ, സഹോദരിമാർ, സിസ്റ്റേഴ്സ്. അപ്പം ആയിരുന്നെങ്കിലും നമുക്കിവിടെ ഈവൻ തോ എന്ന് എഴുതാം, ആയിരുന്നെങ്കിലും എന്നുള്ളതിന്. അവർ വ്യത്യസ്തരായിരുന്നു. വ്യത്യസ്തത എന്ന് വെച്ചാൽ എങ്ങനെ ഇംഗ്ലീഷിൽ? ഡിഫറെൻറ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവർ സഹോദരിമാരായിരുന്നെങ്കിലും അവർ വ്യത്യസ്തരായിരുന്നു. നമുക്ക് എങ്ങനെ എഴുതാം? ഈവൻ തോ. ഈവൻ തോ എന്ന് വെച്ചാൽ എന്താ? ആയിരുന്നെങ്കിലും എന്നുള്ളത് നമ്മൾ ഈവൻ തോ എന്ന് എഴുതി. ഈവൻ തോ ദേ. ദേ എന്ന് വെച്ചാൽ എന്താ? അവർ. ഈവൻ തോ ദേ വെയർ സിസ്റ്റേഴ്സ്. അവർ സഹോദരിമാർ ആയിരുന്നെങ്കിലും നമ്മളിവിടെ ഒരു കോമ ഇട്ടു. ഈവൻ തോ ദേ വെയർ സിസ്റ്റേഴ്സ്, അവർ വ്യത്യസ്തരായിരുന്നു. ദേ വെയർ ഡിഫറെൻറ്റ്. വ്യത്യസ്തത എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് നമുക്ക് പറയാം. അപ്പം ഈവൻ തോ ദേ വെയർ സിസ്റ്റേഴ്സ്, ദേ വെയർ ഡിഫറെൻറ്റ്. അവർ സഹോദരിമാർ ആയിരുന്നെങ്കിലും അവർ വ്യത്യസ്തരായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ വെയർ യൂസ് ചെയ്തത്? നമ്മളിവിടെയും വെയറാണ്. ഈവൻ തോ ദേ വെയർ സിസ്റ്റേഴ്സ്, ഇവിടെയും വെയർ യൂസ് ചെയ്തു, ഇവിടെയും നമ്മൾ വെയറാണ് ഉപയോഗിച്ചത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വെയർ യൂസ് ചെയ്തത്? നമുക്ക് ചിലവരൊക്കെ വിചാരിക്കും ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ആറ് യൂസ് ചെയ്തുകൂടാ? ഇവിടെയും കാര്യം ദേ ആണല്ലോ, അപ്പോൾ നമുക്കിവിടെ ആറ് യൂസ് ചെയ്യാമല്ലോ. ഇവിടെ ആറ് പറ്റില്ല. കാര്യം ആറെന്ന് പറയുന്നത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണേ. ചിലപ്പം എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അറിയാത്തവരും കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ആറെന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു കാര്യമാണെങ്കിൽ മാത്രം നമ്മൾ ആറ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ദേ ആണ് പറഞ്ഞത്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റാണ്. പക്ഷേ കുറേ പേർ, അവർ, ഇപ്പോൾ കുറേ പേർ അല്ലെങ്കിൽ സഹോദരിമാർ 2 പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദേ. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ദേയുടെ കൂടെ ആറ് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ആയിരുന്നു. അപ്പം ഒരു പഴയ കാര്യമില്ല ആയിരുന്നു എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ വേർ യൂസ് ചെയ്തത്. അപ്പം പിന്നെ വേറൊരു കാര്യം, ആറെന്ന് പറയുന്നത് വേറിൻ്റെ പ്രസൻറ്റ് ഫോമാണ്. അത് ഞാനിവിടെ എഴുതാം, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇവിടെയും നമ്മൾ വേർ യൂസ് ചെയ്തു. ഇവിടെയും എന്താ? ദേ വെർ ഡിഫറെൻറ്റ്. അവർ വ്യത്യസ്തരായിരുന്നു. ഇവിടെയും അവർ സഹോദരിമാർ ആയിരുന്നെങ്കിലും എന്നുള്ളതാണ്. അപ്പം രണ്ടിടത്തും നമ്മളതുകൊണ്ടാണ് വേർ യൂസ് ചെയ്തത്. ഒരു നേരത്തെ ഒരു കാര്യമാണ് പറയണത്, അതുകൊണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യമായിരുന്നെങ്കിൽ നമുക്ക് ആർ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. അപ്പം പിന്നെ വേറൊരു കാര്യം ഇവിടെ എഴുതാം. ആറെന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമാണ്. അപ്പം കാണുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഓക്കെ, ആറെന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോമാണ്. അപ്പം നമ്മൾ ഈ ആറിനെ കൺവേർട്ട് ചെയ്താണ് നമ്മൾ വേറാക്കിയത്. അപ്പം ഇവിടെയും നമ്മൾ ആറിനെ കൺവേർട്ട് ചെയ്ത്, ഒരു പ്രസൻറ്റ് ഫോമായ ആറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി വേർ. ഇവിടെ അതുപോലെ തന്നെ ആറിനെ നമ്മൾ പ്രസൻറ്റ് ഫോമായ ആറിനെ കൺവേർട്ട് ചെയ്ത് വേറാക്കി. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ആണ് നമ്മൾ ഇവിടെ വരുത്തിയേക്കുന്നത്. ഇപ്പോൾ പിന്നെ നമ്മൾ എന്താ ഓർത്തിരിക്കേണ്ടത്? ദേ എന്നുള്ളത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ദേ പക്ഷേ അവർ എന്നുള്ളത് ദേ എന്ന് നമ്മൾ അവരിനെ ദേ എന്ന് പറയും. അപ്പോൾ ദേ ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. ഇപ്പോൾ ഹീ, ഷീ, ഇറ്റ് ഒക്കെ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഇവിടെ ദേ ആയതുകൊണ്ടാണ് നമ്മളിവിടെ വേർ യൂസ് ചെയ്തത്. അപ്പം അത് ഓർത്തിരിക്കുക, ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. കുറേ പേര്, ഒന്നിൽ കൂടുതൽ പേരുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ്. അപ്പോൾ ഒരാളാണെങ്കിൽ അതൊക്കെ സിംഗുലാർ സബ്ജക്റ്റാണ്. ഇപ്പോൾ ഹീ, ഷീ അങ്ങനെ അതൊക്കെ സിംഗുലാർ സബ്ജക്റ്റ്. അത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മളിവിടെ എങ്ങനെ എഴുതിയത്? ഈവൻ ദോ ദേ വെയർ സിസ്റ്റേഴ്സ്, ദേ വെയർ ഡിഫറെൻറ്റ്. അവർ സഹോദരിമാർ ആയിരുന്നെങ്കിലും അവർ വ്യത്യസ്തരായിരുന്നു. ഈവൻ ദോ ദേ വെയർ സിസ്റ്റേഴ്സ്, ദേ വെയർ ഡിഫറെൻറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ലീന പാട്ടുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, ലിയ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ പാട്ടുകൾ എന്ന് വെച്ചാൽ എന്താ? സോങ്സ്. അപ്പോൾ പാട്ടെന്നാണെങ്കിൽ സോങ് എന്ന് പറയാം. ഇത് കുറേ പാട്ടുകളുണ്ട്, അപ്പോൾ നമുക്ക് സോങ്സ് എന്ന് പറയാം. കാണാൻ ഇഷ്ടപ്പെടുക, കാണുക എന്ന് വെച്ചാൽ എന്താ? വാച്ച്. അപ്പം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക്. ഇവിടെ ലിയ എന്താ ഇഷ്ടപ്പെടുന്നത്? പാട്ടുകൾ എന്ന് വെച്ചാൽ സോങ്സ്. കേൾക്കുക എന്ന് വെച്ചാൽ എന്താ? ലിസൺ. കേൾക്കുക, ലിസൺ. അപ്പം ഇഷ്ടപ്പെടുക. അപ്പം നമുക്ക് ലൈക്ക് എന്ന് ഇവിടെ എഴുതാം. അപ്പം എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ലീന പാട്ടുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, ലിയ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ലീന ലൈക്സ് ഇഷ്ടപ്പെടുക, ലീന ലൈക്സ് വാച്ചിങ് കാണാൻ, വാച്ചിങ് സോങ്സ്. പാട്ടുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു ലീന. പിന്നെ നമ്മളൊരു കോമ ഇട്ടു. ആൻഡ് ലിയ എന്താ ഇഷ്ടപ്പെടുന്നത്? ലിയ ലൈക്സ്
പാട്ടുകൾ കേൾക്കാനാണ് ലിയ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാനിങ്ങനെ കാണാൻ വേണ്ടി വെക്കാം നിങ്ങൾക്ക്. അപ്പോൾ ലിയ ലൈക്സ് ലിസ്ണിങ് ടു മ്യൂസിക്. അപ്പം LISTENING ലിസ്ണിങ് ടു മ്യൂസിക്, അല്ലെങ്കിൽ ലിസ്ണിങ് ടു സോങ്സ്, പാട്ടുകൾ. അപ്പം പാട്ടുകൾ. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത് നോക്കാം. ലീന ലൈക്സ് വാച്ചിങ് സോങ്സ് ആൻഡ് ലിയ ലൈക്സ് ലിസ്ണിങ് ടു സോങ്സ്. അപ്പം എന്താ, ലീന പാട്ടുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, ലിയ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഒരാൾ കാണാനും ഒരാൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ 2 സെൻറ്റൻസ് കാണാം. ലീന ലൈക്സ് വാച്ചിങ് സോങ്സ്, ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കാണാം. നെക്സ്റ്റ് എന്താ, ലിയ ലൈക്സ് ലിസ്ണിങ് ടു സോങ്സ്. അപ്പം ഈ 2 സെൻറ്റൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലീനയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ലൈക്ക് എന്ന് പറയുന്നതാണ് വെർബ്. ഇവിടെ എന്താ, ഇവിടെ ലിയ സബ്ജക്റ്റും ലൈക്ക് എന്ന് പറയുന്നത് വെർബും. പിന്നെ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുന്നത്, നമ്മൾക്കൊരു പാട്ട് കേൾക്കണം അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ലിസൺ ടു മ്യൂസിക് അല്ലെങ്കിൽ ലിസൺ ടു സോങ്സ്, അല്ലെങ്കിൽ ലിസണിങ് ടു സോങ്സ്, ലിസണിങ് ടു മ്യൂസിക്, നമുക്ക് അങ്ങനെ എഴുതാം. ഇതുപോലെ ലിസൺ ടു എഴുതാം. അപ്പോൾ ഓർത്തിരിക്കുക, എപ്പോഴും ടു, ലിസൺ കഴിഞ്ഞ് ടു ചേർക്കാൻ മറക്കരുത്. ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇത് പറയുന്നുണ്ട്, ലിയ ലൈക്സ് ലിസണിങ് ടു സോങ്സ്. അപ്പോൾ ഇവിടെ ടു ചേർത്ത് കണ്ടോ. അപ്പോൾ എപ്പോഴും ഓർക്കുക, ലിസൺ എവിടെ വന്നാലും, ലിസൺ ആണോ ലിസണിങ് വന്നാലോ നമ്മൾ ടു യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് എഴുതുന്നത്, ലീന പാട്ടുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, ലിയ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം, ലീന ലൈക്സ് വാച്ചിങ് സോങ്സ് ആൻഡ് ലിയ ലൈക്സ് ലിസണിങ് ടു സോങ്സ്. ലീന ലൈക്സ് വാച്ചിങ് സോങ്സ് ആൻഡ് ലിയ ലൈക്സ് ലിസണിങ് ടു സോങ്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ശക്തമായ ഒരു കൊടുങ്കാറ്റ് അവരുടെ ഗ്രാമത്തെ ആക്രമിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഒരു വൈകുന്നേരം, വൈകുന്നേരം എന്ന് വെച്ചാൽ ഈവനിങ്. അപ്പം ഒരു വൈകുന്നേരം നമുക്ക് 1 ഈവനിങ് എന്ന് എഴുതാം. ശക്തമായ ഒരു കൊടുങ്കാറ്റ് നമുക്ക് എങ്ങനെ എഴുതാം, കൊടുങ്കാറ്റ് എന്ന് വെച്ചാൽ സ്റ്റോം. അപ്പോൾ ശക്തമായ ഒരു കൊടുങ്കാറ്റ്. അപ്പം നമുക്ക് എഴുതാം എ ഹെവി സ്റ്റോം. അവരുടെ ദെയർ ഗ്രാമം വില്ലേജ്. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അറ്റാക്ക്. ആക്രമിക്കുക, അറ്റാക്ക്. അപ്പോൾ ഇവിടെ ആക്രമിച്ചു എന്നാണ് നമുക്ക്. അപ്പം അറ്റാക്കിനെ നമ്മളൊരു പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ട് എഴുതാം. അപ്പം ഒരു വൈകുന്നേരം ശക്തമായ ഒരു കൊടുങ്കാറ്റ് അവരുടെ ഗ്രാമത്തെ ആക്രമിച്ചു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. 1 ഈവനിങ്, ഒരു വൈകുന്നേരം. 1 ഈവനിങ്, ഒരു വൈകുന്നേരം. എന്തുവാ, ഒരു കൊടുങ്കാറ്റ്, ഒരു ശക്തമായ ഒരു കൊടുങ്കാറ്റ്. അപ്പം നമുക്ക് എഴുതാം, ഇവിടെ ഒരു കോമ ഇട്ടിട്ട് എഴുതാം, എ ഹെവി സ്റ്റോം. സ്റ്റോം എന്ന് വെച്ചാൽ എന്താ, കൊടുങ്കാറ്റ്, സ്റ്റോം. അപ്പം ആക്രമിച്ചു എന്നാണ്. അപ്പോൾ ആക്രമിക്കുക എന്ന് വെച്ചാൽ എന്താ, അറ്റാക്ക്. അറ്റാക്ക്. ഇവിടെ ആക്രമിച്ചു എന്നായതുകൊണ്ട് നമ്മൾ ED യൂസ് ചെയ്യുന്നു. അറ്റാക്ക്. എന്തിനെ അറ്റാക്ക് ചെയ്തത്, വില്ലേജിനെ, ദെയർ വില്ലേജ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം 1 ഈവനിങ് എ ഹെവി സ്റ്റോം അറ്റാക്ക് ദെയർ വില്ലേജ്. ഒരു വൈകുന്നേരം ശക്തമായ ഒരു കൊടുങ്കാറ്റ് അവരുടെ ഗ്രാമത്തെ ആക്രമിച്ചു. അപ്പം നമ്മളെങ്ങനെയാണ് എഴുതിയത്. അപ്പം ഇവിടെ ഒരു നമ്മൾ ചേഞ്ച് വരുത്തിയെന്താ, ഇവിടെ 1 ഈവനിങ് എ ഹെവി സ്റ്റോം, ഇവിടെ ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. ഇവിടെ വന്നത് എങ്ങനെയാണ്, അറ്റാക്കിനാണ് വന്നത്. അറ്റാക്ക് എന്നൊരു പ്രസൻറ്റ് ഫോം ആയിരുന്നു. അതിനെ നമ്മൾ ED യൂസ് ചെയ്തിട്ട് അറ്റാക്ഡ് ആക്കി. അപ്പം ഇതൊരു പാസ്റ്റ് ഫോമിലോട്ടായി. അറ്റാക്കിനെ അറ്റാക്ഡ് ആക്കി മാറ്റി. പിന്നെ വേറെ ചേഞ്ച് എന്താ വന്നേക്കുന്നത്, ഒന്നുമില്ല. 1 ഈവനിങ് എ ഹെവി സ്റ്റോം, ഇതൊക്കെ നോർമലി ഉള്ളതാണ്. ഒരു ചേഞ്ച് വന്നേക്കുന്നത് ടെൻസിൽ, അതാണ് അറ്റാക്ക്. പിന്നെന്താ നമ്മളിപ്പോൾ പഠിച്ചത്, ഒരു വൈകുന്നേരം ശക്തമായ ഒരു കൊടുങ്കാറ്റ് അവരുടെ ഗ്രാമത്തെ ആക്രമിച്ചു. 1 ഈവനിങ് എ ഹെവി സ്റ്റോം അറ്റാക്ക് ദെയർ വില്ലേജ്. അപ്പം നിങ്ങളും കൂടെ എന്നോടൊപ്പം പറയുക. അപ്പം നമുക്ക് സ്പീക്കിങ്ങിലും നമുക്ക് കൂടുതൽ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെ 1 ഈവനിങ് എ ഹെവി സ്റ്റോം അറ്റാക്ക് ദെയർ വില്ലേജ്. 1 ഈവനിങ് എ ഹെവി സ്റ്റോം അറ്റാക്ക് ദെയർ വില്ലേജ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ലൈറ്റുകൾ പോയി കാറ്റ് ഉച്ചത്തിൽ വീശാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ലൈറ്റുകൾ, ദ ലൈറ്റ്സ്. അപ്പം പോകുക, ഗോ. അപ്പം ഇവിടെ നമ്മൾ
പാസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. ഗോയുടെ പാസ്റ്റ് ഫോം വെൻറ്റ് ആണ് എഴുതിയത്. അപ്പോൾ ഗോ ഔട്ട് നമ്മൾ വെൻറ്റ് ഔട്ട് എന്ന് എഴുതും. പിന്നെന്താ, കാറ്റ് ഉച്ചത്തിൽ വീശാൻ തുടങ്ങി. കാറ്റെന്ന് വെച്ചാൽ എന്താ, ദ വിൻഡ്. അപ്പം കാറ്റ് ഉച്ചത്തിൽ വീശാൻ തുടങ്ങി. അപ്പം ഉച്ച എന്ന് വെച്ചാൽ എന്താ, ഉച്ചത്തിൽ, ലൗഡ്ലി. തുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടാണ്. ഇവിടെ തുടങ്ങി എന്നായതുകൊണ്ട് നമ്മളിവിടെ സ്റ്റാർട്ടിൻ്റെ കൂടെ ഇ യൂസ് ചെയ്ത് സ്റ്റാർട്ടഡ് എന്ന് എഴുതി. അപ്പം വീശാൻ തുടങ്ങി. അപ്പം നമ്മൾ ബ്ലോയുടെ കൂടെ ING യൂസ് ചെയ്ത് എഴുതി. വീശുക എന്ന് വെച്ചാൽ എന്താ, ബ്ലോ. അപ്പം വീശാൻ തുടങ്ങി, അപ്പം അവിടെ വീശിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പം അത് ഒരു കണ്ടിന്യൂസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ബ്ലോയുടെ കൂടെ ING യൂസ് ചെയ്ത് ബ്ലോയിങ് ആക്കി. ബ്ലോയിങ്. അപ്പം ദ വിൻഡ് സ്റ്റാർട്ടഡ് ബ്ലോയിങ് ലൗഡ്ലി. ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട്. ദ വിൻഡ് സ്റ്റാർട്ടഡ് ബ്ലോയിങ് ലൗഡ്ലി. അപ്പം ലൈറ്റുകൾ പോയി, കാറ്റുച്ചത്തിൽ വീശാൻ തുടങ്ങി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ലീനയ്ക്ക് ഭയം തോന്നി എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. അപ്പം തോന്നി എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇവിടെ ഭയം എന്ന് വെച്ചാൽ എന്താ, സ്കെയർ. തോന്നുക, ഫീൽ. അപ്പം നമ്മൾ തോന്നി, ഫീലിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതണം. ലീനയ്ക്ക് ഭയം തോന്നി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ലീന. അപ്പം തോന്നുക എന്ന് വെച്ചാൽ എന്താ, ഫീൽ. അപ്പം നമ്മൾ ഫീലിനെ പാസ്റ്റ് ഫോമിലാക്കണം, ഫെൽറ്റ്. ലീന ഫെൽറ്റ്. അപ്പം ഭയം എന്ന് വെച്ചാൽ എന്താ, സ്കെയർ. അപ്പോൾ ഇവിടെ നമ്മൾ ED യൂസ് ചെയ്ത് സ്കെയറിനെ സ്കേഡ് ആക്കണം. അപ്പോൾ ലീന ഫെൽറ്റ് സ്കേഡ്. ലീനയ്ക്ക് ഭയം തോന്നി, ലീന ഫെൽറ്റ് സ്കേഡ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്, ലീനയ്ക്ക് ഭയം തോന്നി, ലീന ഫെൽറ്റ് സ്കേഡ്. ലീന ഫെൽറ്റ് സ്കേഡ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ലിയ ഒരു ചെറിയ മെഴുകുതിരി തെളിയിച്ച് അവളുടെ അടുത്ത് ഇരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, ഒരു ചെറിയ മെഴുകുതിരി എന്ന് പറഞ്ഞാൽ എ സ്മോൾ. ഒരു ചെറിയ എ സ്മോൾ. മെഴുകുതിരിക്ക് നമുക്ക് ക്യാൻഡിൽ എന്ന് പറയാം. തെളിയിച്ച് അവളുടെ അടുത്ത് ഇരുന്നു. അപ്പം നമുക്ക് എങ്ങനെ പറയാം, അവളുടെ എന്ന് പറഞ്ഞാൽ ഹെർ ആണ്. അടുത്തിരിക്കുക, ബിസൈഡ് ഹെർ. ബിസൈഡ്, അടുത്തിരിക്കുകയെന്ന് നമ്മൾ പറയുന്നത് ബിസൈഡ് എന്നാണ്. അപ്പം ലിയ ഒരു ചെറിയ മെഴുകുതിരി തെളിയിച്ച് അവളുടെ അടുത്ത് ഇരുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ലിയ ലിറ്റ്, LIT. ലിയ ലിറ്റ് എ സ്മോൾ, ചെറിയ, സ്മോൾ ക്യാൻഡിൽ. ലിയ ലിറ്റ് സ്മോൾ ക്യാൻഡിൽ ആൻഡ്. അപ്പം ഇരിക്കുക എന്ന് വെച്ചാൽ സിറ്റാണ്. അപ്പോൾ സിറ്റിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി എഴുതണം, സാറ്റ്. സിറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് സാറ്റ്. സാറ്റ്. ലിയ ലിറ്റ് സ്മോൾ ക്യാൻഡിൽ ആൻഡ് സാറ്റ്. എവിടെ ഇരുന്നത്, ബിസൈഡ്, അവളുടെ അടുത്ത്, ബിസൈഡ് ഹെർ. ബിസൈഡ് ഹെർ. അപ്പം ലിയ ലിറ്റ് സ്മോൾ ക്യാൻഡിൽ ആൻഡ് സാറ്റ് ബിസൈഡ് ഹെർ. ലിയ ഒരു ചെറിയ മെഴുകുതിരി തെളിയിച്ച് അവളുടെ അടുത്തിരുന്നു. ലിയ ലിറ്റ് സ്മോൾ ക്യാൻഡിൽ ആൻഡ് സാറ്റ് ബിസൈഡ് ഹെർ. നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ലിനയും ലിയയും സഹോദരിമാരാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്, ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് പറയണത്. അപ്പം അത് മാത്രമല്ല, ഇത് ഒരു ജനറൽ ട്രൂത്താണ്, ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അവർ സഹോദരിമാരാണെന്നുള്ളത് ഒരു ട്രൂത്താണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, ലിനയും ലിയയും സഹോദരിമാരാണ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലിന ആൻഡ് ലിയ. ലിന ആൻഡ് ലിയ ആർ, നമ്മളിവിടെ ആർ യൂസ് ചെയ്തു. ആർ, ലിന ആൻഡ് ലിയ ആർ സിസ്റ്റേഴ്സ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലിന ആൻഡ് ലിയ ആർ സിസ്റ്റേഴ്സ്. ലിനയും ലിയയും സഹോദരിമാരാണ്. അപ്പം നമ്മളിവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ആർ യൂസ് ചെയ്തത്, കാര്യം ലിന ആൻഡ് ലിയ ഇവിടെ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്, 2 പേരുണ്ട്. പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആർ യൂസ് ചെയ്തത്. കാര്യം ലിന ആൻഡ് ലിയ എന്ന് പറയുന്നത് 2 പേഴ്സൺസ് ആണ്. അപ്പം നമുക്കറിയാം ഒരു സിംഗുലാർ സബ്ജക്റ്റ് വരുമ്പം നമുക്ക് ആർ യൂസ് ചെയ്യാൻ പറ്റില്ല.